ഇതൊരു വലിയ റെസിപ്പിയൊന്നുമല്ല, എങ്കിലും ഒരു സംഭവം കൂടി ഇതിന് പിന്നിലുണ്ട് കേട്ടോ. അത് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ മക്കളൊക്കെ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടാണ്, അനന്തപുരി FM ഒക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ പുട്ടുകൾ അവിക്കാൻ കഴിവുള്ളവർ റെസിപ്പി പറയാൻ വേണ്ടിയിട്ട് നമ്പർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്ഥിരോട്ട് വിളിച്ചു, എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഈ റെസിപ്പിയാണ് പറഞ്ഞത് കേട്ടോ. പഴുത്ത ഏത്തപ്പഴം അല്പം കനത്തിന് തന്നെ പുട്ടിൻ്റെ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് അവിച്ചെടുത്താൽ നല്ല രുചിയായിട്ട് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും പുട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആർച്ചയ്ക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്ത്. പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ഇന്ന് വീട്ടിൽ പോയത് ട്രൈ ചെയ്യും, അപ്പം ഇതിനെ തോപ്പിക്കാൻ അടുത്ത റെസിപ്പി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് പിന്നെ 2-3 പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കാണ് കേട്ടോ സമ്മാനം കിട്ടി. ഫസ്റ്റ് കിട്ടിയത് എനിക്കാണ്. അവരുടെ സെൻറ്ററിൽ പോയി സമ്മാനം കളക്ട് ചെയ്യാനൊക്കെ എന്നോട് പറയുകയും ചെയ്തേ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, മക്കളൊക്കെ അന്ന് കൊച്ചായിരുന്നു, അതുകൊണ്ട് അവരോടൊന്നും പറയാൻ പറ്റില്ല, അറിയില്ലല്ലോ അവർക്കൊന്നും. ഹസ്ബൻഡിനോട് എനിക്കിത് പറയാനായിട്ട് തോന്നിയില്ല. ഇതായിരുന്നോ വലിയ കാര്യമെന്ന് പറഞ്ഞ് എന്നെ ഇതാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്തോ എനിക്കറിയില്ല. ഞാനത് പറഞ്ഞില്ല കേട്ടോ. കുട്ടികളൊക്കെ വളർന്നപ്പോഴേക്കും ഞാനത് അവരോട് പറഞ്ഞ് എന്തായാലും ഒരു സമ്മാനം അംഗീകാരമല്ലേ, പോയി വാങ്ങിക്കാനുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അതൊരു വിഷമമായിപ്പോയി കേട്ടോ. ഇപ്പം എപ്പോഴും ഈ പുട്ട് വയ്ക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. എന്തായിരുന്നാലും അത് തുറക്കാത്ത ഒരു സമ്മാനമായിട്ട് എന്നും മനസ്സിൽ തന്നെ കിടക്കട്ടെ അല്ലേ. അപ്പം എന്തായാലും ഇതൊരു നല്ല സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നഷ്ടപ്പെട്ട സമ്മാനത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഇതുണ്ടാകുമ്പോഴെല്ലാം ഞാൻ ആ സമ്മാനത്തിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട് കേട്ടോ. എത്രയൊക്കെ ചെറുതായാലും അംഗീകാരങ്ങൾ തന്നെയാണല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.